ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏച്ചിയൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ നന്നായിട്ട് ഒരു കത്തി പോലത്തെ സാധനം ഒക്കെ വെച്ചിട്ട് മുറിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം മുറിച്ചപ്പോൾ എനിക്ക് എന്താ സാധനം എന്നൊന്നും പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റ്. അത് ആക്ച്വലി ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന കിറ്റായിരുന്നു കേട്ടോ. ബ്രേസ്ലെറ്റ് മേക്കിംഗ് കിറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൽ കുറേ ബീഡ്സും കുറേ ചെറിയ ചെറിയ ചാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അൺബോക്സ് ആക്കിയത് എൻ്റെ ഫ്രണ്ട്സ് ക്ലാസ്സിൽ തന്ന ഒരു ഗിഫ്റ്റായിരുന്നു. 2 സ്റ്റിക്കി നോട്ട്സും ഒരു സ്നിക്കേഴ്സ് ബാറും പിന്നെ 2 മിൽക്ക് നെയ്തിട്ടുള്ള ഒരു ചോക്ലേറ്റും പിന്നെ ഒരു നെക്ലേസും 2 കമ്മലും ഒരു ലെഡ് പെൻസിലും നോർമൽ പെൻസിലും 2 ക്ലിപ്പും 2 പെന്നും 2 റബ്ബർ ബാൻഡ്സും പിന്നെ 2 ഒരു ചെറിയ ക്ലിപ്പും പിന്നെ 2 ഇറേസേഴ്സും ആയിരുന്നു കേട്ടോ അവർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കേക്ക് കട്ടിങ്. കേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഫ്ലേവറിലായിരുന്നു കേക്ക്. അപ്പോൾ ഞാനാണെങ്കിൽ അത് നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടായ അനിക്ക എനിക്ക് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള ദിവസം ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം വലുതായിരുന്നു, പൊളിക്കാനും അത്യാവശ്യം നല്ല പാടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ പതുക്കെ മെല്ലെയൊക്കെ ഓരോരോ സെല്ലോ ടേപ്പും മെല്ലെ പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. മെല്ലെയാണ് പൊളിച്ചെങ്കിൽ ഓരോരോ ഭാഗത്ത് കളർ പേപ്പറൊക്കെ കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഹാപ്പി ബർത്ത്ഡേ ദിലു എന്നായിരുന്നു. ആദ്യം തന്നെ ഒരു സുധാമൂർത്തീൻ്റെ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലെറ്റർ പോലത്തെ ഒരു സാധനത്തിൽ 2 പേപ്പർ അവൾ ടൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവൾ എന്താ എഴുതിയെന്ന് വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേ ദില്ലു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഈ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ദിവസത്തിന് തരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റൗണ്ട് സാധനവും പിന്നെ ഒരു ക്ലിപ്പും കുറേ ഹാർട്ട് ഷേപ്ഡ് സ്റ്റിക്കേഴ്സും പിന്നെയും ഒരു ഹാപ്പി ബർത്ത്ഡേ നേരിട്ടുള്ള ഒരു കാർഡായിരുന്നു കേട്ടോ അവൾ തന്നത്. പിന്നെ ഒരു മുട്ടായി പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ ക്രിസ്പെല്ലോ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സ്കൂൾ കിറ്റും 2 പെൻസിലും ഒരു ഷാർപ്പ്നറും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മലായിരുന്നു അവൾ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ ഗൈസ്.